ഇന്ന് SSLC പരീക്ഷ അവസാനിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് ഒഴിവാക്കാൻ കർശന നടപടിയുമായി തലശ്ശേരി, പാനൂർ മേഖലകളിലെ സ്കൂളുകൾ. പരീക്ഷാ ഹാളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങാൻ രക്ഷിതാവെത്തണം എന്നാണ് സ്കൂളുകൾ നിർദ്ദേശിച്ചത്. കഴിഞ്ഞ മാസം സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ ജൂനിയർ വിദ്യാർത്ഥിക്ക് ഗുരുതര പരുക്കേറ്റ കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളെ കൂട്ടാൻ മുഴുവൻ രക്ഷിതാക്കളും നേരിട്ടെത്തി. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് 10ാം ക്ലാസ് പരീക്ഷകൾ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. പരീക്ഷയുടെ അവസാന ദിനത്തിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് പലതരത്തിലുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഈ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ കൂട്ടുന്നതിന് വേണ്ടി നേരിട്ട് എത്തണമെന്ന നിർദ്ദേശമുണ്ട്. പക്ഷേ എല്ലായിടത്തും അത് നടപ്പിലാകണമെന്നില്ല. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പാനൂർ കൊളവല്ലൂരിലെ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ സ്കൂളിൽ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇവിടെ സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ ഒരു +1 വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അത്തരമൊരു സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾ നേരിട്ടെത്തി വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന നിർദ്ദേശം സ്കൂൾ അധികൃതരും PTA കർശനമായി നൽകി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പരീക്ഷ കഴിഞ്ഞ് പോകാൻ ഇരിക്കുന്ന കുട്ടികളെ കൂട്ടുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ നേരിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷ അവസാനിച്ച് കുട്ടികളെ കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷിതാക്കൾ നേരിട്ടെത്തിയത്. കർശനമായിട്ട് തന്നെ അവർ നിർദ്ദേശം നൽകി. ഒരു മാസം മുമ്പുണ്ടായ സംഘർഷം, ഇവിടെ സ്കൂളിലുണ്ടായ പ്രശ്നത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. ഇപ്പോൾ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ രക്ഷിതാക്കൾക്കൊപ്പമായിരിക്കും അവർ വീട്ടിലേക്ക് മടങ്ങുക. നല്ല തീരുമാനമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ എന്തെന്നാണ് കളിക്കുന്നതെന്ന് കുട്ടികൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും രക്ഷിതാക്കളും വന്നിട്ട് കൂട്ടിയിട്ട് പോകുന്നു. അതേറ്റവും നല്ല കാര്യം. നല്ലതാണ്, ശരിക്കും നല്ലതാണ്. കാരണം വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് കുട്ടികൾ എന്തെന്നാണ് കളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. പുറത്തുനിന്ന് വരുന്ന കുട്ടികളും ഉണ്ടാവും, ഇവരും ഉണ്ടാവും. എന്തെന്നാണ് കളിക്കുന്നത് മനസ്സിലാകുന്നില്ല. കുറേ കാലമായിട്ട് സ്കൂളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് സന്തോഷമായിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഞങ്ങളെ കുട്ടീൻ്റെ എന്താ പറയുക ഭാവിയാണ്. അതുകൊണ്ട് സുരക്ഷയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് കൂട്ടിയിട്ട് പോകാമല്ലോ. നല്ലൊരു തീരുമാനം അത് എടുത്തത്. അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് രക്ഷിതാക്കളും എല്ലാവരും ഉണ്ട്. ഭാവിയിൽ ഇതുപോലത്തെ ഒരു പരിപാടി ഇനിയും കൂടുതലാക്കണമെന്ന് പറയും. അതെ, അതുകൊണ്ടാണ് രക്ഷിതാക്കളും ഇവിടെ വന്നത്. എന്തായാലും മാതൃകാപരമായ തീരുമാനമാണ് അല്ലെങ്കിൽ നിർദ്ദേശമാണ് എന്നതാണ് രക്ഷിതാക്കളുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം. കണ്ണൂർ കൊളവല്ലൂരിൽ നിന്നും മിഥുൻ ചാദവത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.